ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ ഇന്നത്തെ എപ്പിസോഡിലും 4 കണ്ടസ്റ്റൻറ്റുകളാണ് പുറത്തായിരിക്കുന്നത്. അപർണ, നയന, റേബാൻ, അഭിറാം ഇവർ 4 പേരുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുറത്തായിരിക്കുന്നത്. അഗ്നിപരീക്ഷ തുടങ്ങി ഈ 7 ദിവസത്തിൽ ആദ്യമായിട്ടാണ് റേബാൻ ഔട്ട് ഹൗസിൽ വരുന്നത്. പക്ഷേ ഫസ്റ്റ് എവിക്ഷനിൽ തന്നെ റേബാൻ പുറത്തായി. സാധാരണ 10 പേരായിരിക്കും ഔട്ട് ഹൗസിൽ ഉണ്ടാവുക. അതിൽ 6 പേരെ സേവ് ചെയ്യും, 4 പേരെ പുറത്താക്കും. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ വെറും 6 കണ്ടസ്റ്റൻറ്റുകൾ മാത്രമാണ് ഔട്ട് ഹൗസിലുള്ളത്. അതിൽ 2 കണ്ടസ്റ്റൻറ്റുകൾ മാത്രമേ സേവ് ആവുകയുള്ളൂ. കൂടാതെ ഇന്നത്തെ എവിക്ഷന് മുമ്പ് 6 പേരും 3 പേരടങ്ങുന്ന 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അതിൽ മറ്റൊരു വ്യക്തിക്കെതിരെ വാഗ്വാദം നടത്തി എന്തുകൊണ്ടാണ് മറ്റൊരു കണ്ടസ്റ്റൻറ്റിനേക്കാൾ ഞാനാണ് ഇവിടെ നിൽക്കാൻ കൂടുതലും യോഗ്യതയുള്ളത് എന്ന് ജഡ്ജസിനെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നു. അങ്ങനെ റേബാൻ സംസാരിച്ചത് അഭിറാമിനെതിരെയായിരുന്നു. പക്ഷെ നിർഭാഗ്യകരമെന്ന് വെച്ചാൽ റേബാനും അഭിറാമും ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. അഭിറാം പുറത്താകുന്നതിനുള്ള മെയിൻ റീസൺ അഭിറാമിൻ്റെ ആ ഒരു ഫിസിക്കൽ കണ്ടീഷൻ തന്നെയാണ്. അഭിറാമിന് ബാക്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ടും ആ ഒരു ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ടും ടാസ്കിൽ അത് ബുദ്ധിമുട്ടാകാം എന്നുള്ളൊരു റീസൺ കൊണ്ടാണ് അഭിറാം ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അഖിൽമാരാർ അഭിറാമിനോട് ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയാൽ 100 ദിവസം അഭിറാമിന് അതിൽ നിൽക്കാൻ സാധിക്കുമോ എന്ന്. അഭിറാം പറ്റുമെന്ന് പറയുന്നുണ്ട്. എങ്കിലും അഭിറാമിനൊരു ചാൻസ് ലഭിക്കുന്നില്ല. അഭിറാമും പുറത്തായിരിക്കുകയാണ്. പിന്നീട് പുറത്തായത് അപർണയും നയനയുമാണ്. അപർണയുടെ ശബ്ദം കേട്ടില്ല, അപർണ കുറച്ച് ആക്റ്റീവ് അല്ല എന്നുള്ളൊരു കാരണം കൊണ്ടും കൂടെ നിൽക്കുന്നവരുമായി കമ്പയർ ചെയ്യുമ്പോൾ അപർണയെക്കാളും മികച്ച കണ്ടസ്റ്റൻറ്റുകൾ ആ 6 പേരിലുള്ളത് കൊണ്ടും അപർണ എവിക്റ്റായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ നയനയും ഇതേ റീസൺ കൊണ്ടാണ് ഇപ്പോൾ ഔട്ടായിരിക്കുന്നത്. അങ്ങനെ 7ാമത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ 40 പേരിൽ തുടങ്ങിയ അഗ്നി പരീക്ഷ 20 പേർ പുറത്തായി 20 പേരിൽ ചുരുങ്ങി നിൽക്കുകയാണ്. അതായത് പകുതി കണ്ടസ്റ്റൻറ്റുകളായിരിക്കുകയാണ്. നാളെ എന്തായാലും വീക്കെൻഡ് എപ്പിസോഡാണ്. വീക്കെൻഡ് വാർ തുടങ്ങാൻ പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാളത്തെ എപ്പിസോഡ് എന്തായാലും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതിനായി കാത്തിരിക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.